ശ്രീരാമ ഭഗവാനെ അധിക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ രാമൻ മിത്ത് മാത്രമെന്നാണ് രാഹുലിന്റെ പരാമർശം. യുഎസിൽ നടന്ന പരിപാടിയിലാണ് ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തും വിധത്തിലുള്ള പരാമർശമുണ്ടായത്. കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ മനോഭാവമാണ് പുറത്തു വന്നതെന്ന് BJP തുറന്നടിച്ചു. ശക്തമായ പ്രതിഷേധം ഒരു വശത്ത് അലയടിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് നിലവിലെ സാഹചര്യം? രാഹുലിന്റെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാവുകയല്ലേ? വിഷ്ണു, കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഭഗവാൻ ശ്രീരാമൻ വെറും പുരാണ കഥാപാത്രം മാത്രമാണെന്ന പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയിട്ടുള്ളത്. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു ഇത്തരത്തിൽ ഹൈന്ദവ ആരാധനാ കേന്ദ്രത്തെ പൂർണ്ണമായും അപമാനിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജനനം മുതൽ വനവാസവും തുടർന്ന് ഈ ലോകം വിട പറയുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളും അതിന്റെ വസ്തുതകളും ഇപ്പോഴും നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ വെറും പുരാണ കഥാപാത്രം മാത്രമാണ് എന്ന പ്രകോപനപരമായ പ്രസ്താവന, ഹൈന്ദവ ആരാധനകളെ വ്രണപ്പെടുത്തുന്ന തരത്തിലും അപമാനിക്കുന്ന തരത്തിലുമുള്ള പ്രസ്താവന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ നടന്ന പരിപാടിയിലാണ് പ്രകോപനപരവും ഹൈന്ദവ ആരാധനയെ അപമാനിക്കുന്നതുമായ ഒരു പ്രസ്താവന രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. രൂക്ഷമായ വിമർശനവും പ്രതിഷേധവും പ്രതികരണവും രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെയും വിദേശ വേദികളിൽ ഭാരതത്തെ അപമാനിക്കലായിരുന്നു രാഹുലിന്റെ പരിപാടിയെങ്കിൽ ഇപ്പോഴത് ഹൈന്ദവരെ പൂർണ്ണമായും അപമാനിക്കാനാണ് രാഹുൽ വിദേശ വേദികൾ ഉപയോഗിക്കുന്നതെന്നും കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ മനോഭാവമാണ് രാഹുലിന്റെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് എന്നുള്ളതുമാണ് BJP വിമർശിക്കുന്നത്. ഷെഹസാദ് പൂനാവാല ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ രാഹുലിന്റെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പൂർണ്ണമായും ഹിന്ദു വിരുദ്ധ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിൽ ഹൈന്ദവ ആരാധന കേന്ദ്രങ്ങൾക്കെതിരെയും ഒപ്പം ശ്രീരാമചന്ദ്ര ഭഗവാനുമായി ബന്ധപ്പെട്ട അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം പോലും മുൻപ് കോൺഗ്രസ് നിരസിച്ചിരുന്നു. ഇത്തരം പ്രവൃത്തിയിലൂടെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ വോട്ട് ബാങ്ക് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നതെന്നും ഭാരതത്തിന്റെ ആത്മാവായ ഹൈന്ദവ സംസ്കാരത്തെ അപമാനിക്കാനാണ് രാഹുൽ ശ്രമിച്ചത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ജിഷ്ണു, എന്തായാലും ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും ഭാരതത്തെയും ഭാരത സർക്കാരിൻ്റെയും വികസന പദ്ധതികളെ പോലും രാഹുൽ അപമാനിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രസ്താവനകൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് രാഹുലിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും ഭാഗത്തുള്ള ദേശവിരുദ്ധത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ ഹൈന്ദവ മൂല്യങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം ഒട്ടും അംഗീകരിക്കാനാകാത്ത ഒരു സാഹചര്യം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ മറുവശത്ത് നിന്ന് ഉയരുന്നത്. BJPയുടെ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. മറ്റൊരു രാജ്യത്ത് ചെന്ന ഭാരതത്തിനെ തന്നെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ തന്നെ അവഹേളിക്കുന്ന ഈ ഒരു പരാമർശത്തിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ശക്തമായൊരു പ്രതിഷേധം തന്നെയല്ലേ അലയടിക്കുന്നത്? വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ രാജ്യത്തിനെതിരെയുള്ള പ്രസ്താവനകൾ രാഹുൽ വിദേശ വേദികളിൽ നടത്തുന്നു. അതാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ രാജ്യദ്രോഹപരമായ പ്രസ്താവനയായിരുന്നെങ്കിൽ ഇപ്പോൾ രാമദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനയാണ് രാഹുൽ നടത്തിയത് എന്ന വിമർശനമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നേരത്തെ അമേരിക്കയിലും ബ്രിട്ടനിലും ഉൾപ്പെടെയുള്ള വേദികളിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനം തകർന്നു, ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെയധികം മോശമാണ് തുടങ്ങി രാജ്യത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ മുൻപ് രാഹുൽ നടത്തിയിരുന്നു. ഇപ്പോഴിത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ ആത്മാവായിട്ടുള്ള ഹൈന്ദവ സംസ്കാരത്തെ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ആരാധനാ കേന്ദ്രത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തീർത്തും പ്രകോപനപരവും ഹൈന്ദവ ആരാധനയെ അപമാനിക്കുന്നതുമാണ് ഈ പ്രസ്താവന എന്ന് ഇതിനോടകം വിമർശനം ഉന്നയിച്ചവരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതാരമെടുത്തത് സംബന്ധിച്ചും ഒപ്പം ഭഗവാൻ ഭഗവാന്റെ ജീവിതം സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള വസ്തുതകളും കൃത്യമായിട്ടുള്ള ചരിത്ര ശേഷിപ്പുകളും ഭൂമിയിലുണ്ട് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഭഗവാൻ ശ്രീരാമൻ വെറും മിത്താണ്, അതായത് വെറും പുരാണ കഥാപാത്രമാണ് എന്നൊരു പ്രസ്താവന പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. BJPയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം രൂക്ഷമായ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ രാജ്യദ്രോഹപരമായ പ്രസ്താവനകളായിരുന്നെങ്കിൽ ഇപ്പോൾ രാമദ്രോഹ പ്രസ്താവനയാണ് രാഹുൽ നടത്തിയത് എന്നാണ് ഷെഹസാദ് പൂനാവാല ചൂണ്ടിക്കാട്ടിയത്. വിഷ്ണു.